കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ 3ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് വാർഷികാഘോഷം നടന്നത്. കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം വർണ്ണശബളമായ പരിപാടികളോടെ നടന്നു. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ 3ാം വാർഷികാഘോഷം VMC ചെയർമാനും ജില്ലാ കളക്ടറുമായ മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രീയ വിദ്യാലയ ശരിക്കും തുടക്കത്തിൽ അത് സെൻട്രൽ സ്കൂൾ എന്നുള്ള പേരിൽ അന്ന് ഡിഫൻസ് പേഴ്സണൽസിന് വേണ്ടിയിട്ട് ദൂരങ്ങളിൽ ജോലി ചെയ്യുന്ന ഡിഫൻസ് ആർമി അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങി 60കളിലാണ് 67 60സിലാണത് അങ്ങനെയാണ് അത് തുടങ്ങിയത്. പിന്നീട് അത് 63 പിന്നീടത് ഇന്ത്യയിൽ ആകമാനം ഇപ്പോൾ എല്ലാ ജില്ലകളിലും 2ഉം 3ഉം പേര് മാറ്റി കേന്ദ്രീയ വിദ്യാലയമാക്കി. എല്ലാ പ്രധാനമായും ഇങ്ങനെ ഈ ട്രാൻസ്ഫർ ലഭിച്ചു വരുന്നവർക്ക് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ കുറച്ച് കാറ്റഗറി വൈസ് തിരിച്ചിട്ടാണ് അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇപ്പോൾ നമ്മളിവിടെ റിപ്പോർട്ട് വായിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, വളരെ അക്കാഡമിക് തലത്തിലായാലും നോൺ അക്കാഡമിക് കോ-കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും വളരെ നല്ല ഒരു ഉന്നത നിലവാരം തന്നെ പുലർത്തുന്ന ഒരു സ്കൂളായിട്ട് കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ അമൃത ബാല റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ വിവിധ വിഷയങ്ങളിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, PTA കമ്മിറ്റി സെക്രട്ടറി VV രമേശൻ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഇന്ദിരാ ആവാസ് യോജന വഴി വീട് പൂർത്തീകരിച്ചവർക്കുള്ള താക്കോൽദാനം കാഞ്ഞങ്ങാട്ട് നടന്നു. ഇന്ദിരാ ആവാസ് യോജന വീടുകളുടെ ആദ്യ ഗഡു വിതരണവും താക്കോൽദാനവും K. കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. അടുത്തത് ജിഷ KV, അരവിന്ദൻ V, കരിപ്പോടി ഹമീദ്. അടുത്തത് ശാന്ത രാഘവൻ പുല്ലൂർപെരിയ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. കൃഷ്ണൻ അധ്യക്ഷനായി. യമുന രാഘവൻ, PV നസീമ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PP ജോൺ സ്വാഗതം പറഞ്ഞു.